അമ്മേ അമ്മേ എന്താ എൻ്റെ ഹെൽമെറ്റ് അവിടെ? ഏത് ഹെൽമെറ്റാ മോനെ? ഏതൊക്കെ ഹെൽമെറ്റ് അറിയാമോ അമ്മയ്ക്ക്? ഒന്ന് നിന്റെ അച്ഛൻ്റെ കറുത്ത ഹെൽമെറ്റും പിന്നെ നിന്റെ ചുമലയും വെള്ളയും കളറുള്ള ഹെൽമെറ്റും. ആ ചുമലയും വെള്ളയും കളറുള്ള ഹെൽമെറ്റ് എവിടെയെന്നാ ചോദിക്കണേ? അത് അവിടെ ഇരുന്ന് പൊടി പിടിച്ച് നിറയെ മാറാലയും ചലന്തി വലയും ഫുള്ളായിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാന്നറിയോ ഞാനതൊന്ന് വൃത്തിയാക്കി എടുത്തത്. നിനക്കതൊന്നും നോക്കുന്നുണ്ടല്ലോ, നിനക്ക് രാവിലെ എഴുന്നേറ്റ് പോകാതെ വൈകിട്ട് വരിക, ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ 2 ദിവസം കൊണ്ടല്ലേ ഇട്ടുകാര്യം ചലന്തി ഒന്ന് പോവാമേ. അത് എവിടെ? എനിക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയാ. അത് ഞാൻ അപ്പുറത്തെ ശശികുമാറിന്റെ മോനെ അടുത്തേക്ക് കൊടുത്തു. ശശികുമാറിന്റെ മോനാ? എന്തിന്? ആ ചെറുക്കൻ പാവം ഹെൽമെറ്റ് പോലും ഇല്ലാണ്ടാണ് ഈ വില്ലക്കാട്ട വണ്ടിയും കൊണ്ട് എന്നും ഈ വീടിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. എനിക്ക് പാവം തോന്നിയപ്പോൾ ഞാൻ അതെടുത്ത് കൊടുത്തു. എന്റെ പൊന്നമ്മ, അവന് ഹെൽമെറ്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവൻ പ്രായത്തിന്റെ സൂക്കേടാണ്. അവൻ ഹെൽമെറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവന്റെ വീട്ടുകാർ നോക്കുള്ളൂ. അമ്മയ്ക്ക് എത്തിനാണ് ഇത്രയും സങ്കടം? ഒന്നാമത് തന്നെ എന്തെങ്കിലും ഒരു സാധനം 2 ദിവസം അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും അതെടുത്ത് അപ്പുറപ്പുറമുള്ളവർക്ക് കൊടുക്കണം. എന്തിനാ അത്? പിന്നെ നീ 2 ദിവസം അത് കൊണ്ടുകൊണ്ട് അവിടെ എടുത്തു വെച്ചേക്കല്ലായിരുന്നേ? അതിൽ ചെലന്തി വലയും കെട്ടി പൊടിയും പിടിച്ച് ആകെ മൊത്തം വൃത്തികേടായിരുന്ന സാധനം ഞാൻ തുറച്ച് വൃത്തിയാക്കിയിട്ട് അവനെ കൊണ്ട് കൊടുത്തതാണ്. അത് നീ 2 ദിവസം എടുക്കാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് നിനക്കത് വേണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. കാര്യമില്ല, ഞാൻ അമ്മോട് പറഞ്ഞതല്ലേ ഞാൻ കൂട്ടുകാരുടെ കൂടെ പോണേന്ന്. അവൻ്റെ ഹെൽമെറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാതിരുന്നത്. കഷ്ടമാണ് ഇത്. എൻ്റെ മോനൊരു കാര്യം ചെയ്യും, പുതിയൊരു ഹെൽമെറ്റ് അങ്ങ് മേടിച്ചേക്കും. അതാകുമ്പോൾ പുത്തൻ സാധനം മേടിക്കാമല്ലോ. 90 രൂപയിലേ ആവുള്ളൂ. 300 രൂപയാ? 12,000 രൂപയുടെ ഹെൽമെറ്റാണത്. 12,000 രൂപയാ? നീ അല്ലേ ഈ കൂട്ടുമ്പോൾ മുട്ടിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളവനാണ്. നിനക്ക് എന്തോരം പൈസയാണ് നീ ഇതിനു വേണ്ടി ചെലവാക്കണത്? നീ എന്തുദ്ദേശിച്ചാണ് നിന്റെ പോക്ക്? നിനക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ ഈ വീട്ടിൽ? 12,000 രൂപ? ഞാൻ വിചാരിച്ചത് 200 രൂപ 300 രൂപയുടെ സാധനമായിരിക്കും. നീ 12,000 രൂപ? 12,000 രൂപ ഉണ്ടെങ്കിൽ 4 മാസത്തെ ചിട്ട അടയ്ക്കാലോ, അല്പം സ്വർണ്ണം എടുക്കാലോ. അവന് 12,000 രൂപ? നീ മേലൊക്കെ നീ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു പോകരുത്. അച്ഛൻ്റെ ആ കറുത്ത ഹെൽമെറ്റ് എങ്ങനെ വെച്ചിട്ട് പോയാൽ മതി. അവൻ്റെ ഒരു 12,000 രൂപയുടെ ഹെൽമെറ്റ്.